Good afternoon, sir. Okay, Shabina. Hello, good afternoon. Good afternoon, sir. Okay, Ramya. Good afternoon. Divya, good afternoon. Okay, Vijay Kumar, good afternoon. Gobiya, good afternoon. Yes, Anumol, good afternoon. Rashmi, good afternoon. Okay, let us start. Arambika. Yes, okay, Divya. Okay, Shabina. Okay, let us start. അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നോ? എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും? സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഏത് നമ്മൾ ഇന്റർവ്യൂയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയാൻ പോകുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വേറൊരാൾ പറയുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ കൂടി നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ വിട്ടുപോയ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊന്ന് കുറിച്ച് വെച്ചേക്കുക. കാരണം നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, വേറൊരാൾ പറയുമ്പോഴും ആ സെൽഫ് ഇൻട്രൊഡക്ഷനും കൂടി അതൊന്ന് കേൾക്കുക. അപ്പൊ ആദ്യം പറയുന്നത് മൈ നെയിം ഈസ്, എന്റെ പേര് പറഞ്ഞു, മൈ നെയിം ഈസ് ടിൻഡോ തോമസ്. മൈ നെയിം ഈസ് ടിൻഡോ തോമസ്. സോ ഐ എം കമ്മിങ് ഫ്രം, എവിടെ നിന്നാണ് വരുന്നത് അത് പറഞ്ഞു. ഐ പാസ്ഡ്, എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. യെസ്, എന്നെ കുറിച്ച് പറഞ്ഞു. മൈ എക്സ്പീരിയൻസ്, എന്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞു. യെസ്. ഇനി മൈ ഹോബി, മൈ എയിം. പിന്നെ അതിനകത്ത് വേറെ കാര്യം കൂടിയുണ്ട്. വൈ ഡിഡ് ഐ കം ഫോർ ദിസ് ജോബ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ജോലിയുടെ കേസ് പറയാത്തതുകൊണ്ട് ആ ഒരു സംഗതി വേണമെങ്കിൽ വിട്ടോ. യെസ്, ഓക്കെ. ആരാണ് ഐശ്വര്യമായിട്ട് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്? Who will start? Good afternoon. Yes, Harida. Okay, okay, Harida. Harida, it is തുടങ്ങിക്കോളൂ. പറഞ്ഞോളൂ ഹരിത, കണ്ടിന്യൂ. ഓക്കെ, ഷാബിന. ഹരിത, are you ready? Sir. Safna.
Okay, sir. Okay, പറഞ്ഞോളൂ സഫ്ന. My name is Safna. Yes. I am from Cheranallur. I am completed my post-graduation MCom Finance and Taxation in 2018. I have 1 year experience in telecalling. My hobbies are watching movies. My husband is Muhammad Faisal. I have a child. He is studying in first standard. Yes. Okay. Thank you, sir. Okay, okay. ഇനി എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് സബ്മിറ്റ് ഉണ്ടായി പറഞ്ഞില്ലല്ലോ, ഉണ്ടായിരുന്നു അങ്ങനെ? അങ്ങനെ അച്ചീവ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. Yes, yes. Okay, 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 okay. Very good. Okay, Safna. Very good, very good, very good. അപ്പോ ഷാബിന പറയൂ നെക്സ്റ്റ്. Hello, sir. Yes, hello. പറയട്ടെ. Yes, continue. My name is Shabina Shahjahan. So I am coming from Kodungalur. I have done my degree in BA Sociology. If I talk about my hobbies, I like read books, movie watching and traveling. My aim is to become an employee and financially develop my family. Yes. Okay, okay, ഷാബിന. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. ഇനി അടുത്ത പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണ്? യെസ്, വാട്ട് ഈസ് യുവർ ഹോബി? യെസ്. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? യെസ്, ധൈര്യമായിട്ട് പറയൂ. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാനും അത് ഇതാവില്ലേ? ഓക്കെ, ദിവ്യ പറയൂ. ദിവ്യ. I am Divya, coming ആ, from ദിവ്യ Alapi. സൗണ്ട് പറയാം. ആ, Sir, my name is Divya. I am coming from Alapi. Qualification A&M nursing, 2030. Yes. Experience by 6 years. I'm working Yes. from Atleti Hospital, Ernakulam, Kochi. യെസ്, My husband Bobu, 2 children, sir. യെസ്. Financially development means this job. യെസ്. Yes, sir. ഓക്കെ ദിവ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാനാണ്. യു ക്യാൻ സേ അബൌട്ട് യുവർസെൽഫ്. ഞാനാണ് പേര് പറയുന്നത്. ആ, പറഞ്ഞോളൂ ഗോപിക. Good afternoon, sir. ഗുഡ് ആഫ്റ്റർനൂൺ. Sir, ഞാൻ ഒരു ഇന്റർവ്യൂ പോലെയാണ് എഴുതിയേക്കണത്. I am very grateful and I take this opportunity to introduce myself. I am called as Gobika Sunil. I am coming from Mothura, which is located in Ernakulam district of Kerala. Now coming to my qualification, I completed my 10th from Maryland Public School, Kalur, and I completed my 12th class from GVHSS Todipura. Right after my plus 2, I learned hospital administration course from a good academy named SmartSri. And these are my qualification. Next, I am very interested to share about my family. There are 4 members in my family. Now saying about my father, he is involved in his business, and mother, she is a good homemaker and a supportive mother. And I have a sibling. She is an Ayurveda doctor by profession. I am very grateful to have such a good family. My hobbies are cooking and dancing. My strength is loyal, lovable, etc. And my weakness are overthinking, anxiety, etc. My aim is to work sincerely and support my parents since my lifetime. My dream is to become a hospital administrator. That's all about me. Yes. Thank you for your patience you give me to hear about me. Thank you, sir. Okay, very good, very good. Okay. അപ്പൊ നേരത്തെ പറഞ്ഞ ആളുകളിൽ നിന്നും കുറച്ചുകൂടി പോയിന്റ്സ് നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആര് പറഞ്ഞത്, ഗോപിക പറഞ്ഞത്. അപ്പൊ നിങ്ങളും അത് നോട്ട് ചെയ്യണം. യെസ്. ഓ, അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി വേണം പറയാനായിട്ട്. യെസ്, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. യെസ്. ഓക്കെ, വെരി ഗുഡ് ഗോപിക, വെരി ഗുഡ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, ഓക്കെ. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്.
ഇനി ഈ ആരാണ്? Who is next? ഈ ഒരു കടമ്പ നമ്മൾ ചാടി കിടക്കേണ്ടതാണ്. കാരണം we have to introduce ourselves in interview. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങളാണ് ജോലിക്ക് ആളെടുക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ആൾക്കാരെ നോക്കിയെടുക്കുള്ളൂ. അതൊരു ചിന്തിച്ചാൽ മതി. ഓക്കെ, സനീഷ. സനീഷ, ഇനി ആരും വരാത്തതുകൊണ്ട് ഞാൻ വിളിക്കണം. ചിലപ്പോൾ ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ടാവും. യെസ്, സനീഷ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ, സനീഷ വരുമായിരിക്കും. സനീഷ കഴിഞ്ഞാൽ അനുമോള് റെഡി ആയിക്കോട്ടെ. My name is Sanisha. I'm coming from Kannur. Yes. I studied BA English Literature but not completed degree. Yes. My aim is an employee. I'm Yes. getting married. I have one daughter. She's studying in 5th standard. Yes. My hobby is watching TV. Yes. That's all. Yes. Yes, സനീഷ വിളിച്ചതുകൊണ്ട് സനീഷ വന്നതാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സനീഷ, അപ്പൊ ഒന്നും കയ്യിലില്ലാതെ ഇത്രയും കാര്യങ്ങൾ സനീഷ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പറയാൻ പറ്റും. ഓക്കെ സനീഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വീണ. വീണ. ഓക്കെ, അനിൽ ശ്യാമരം, ശൃംഗ, വീണ. യെസ്, ഞാൻ വരാം. അനുമോള് പറഞ്ഞോളൂ കേട്ടോ. അനുമോൾ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ അനുമോൾ. My name is Anmol. I am from Nagaparavu, Ernakulam. Yes. I have completed my bachelor's degree in zoology from Bharat Mata College, Tikatala. Yes. I belong to a nuclear family consisting of my father, mother, sister, and me. Yes. My hobbies are listening music and reading books. My strengths are hardworking and adaptability skills. That's it. That is all. അത് ഒരു പതർച്ച ഉണ്ടായിരുന്നു തന്നെ അനുമോളെ സൗണ്ട് കേട്ടാ. യെസ്, ഓക്കെ ഓക്കെ അനുമോൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അനു ശാന്തി പറഞ്ഞോളൂ. അനു ശാന്തി. അനു ശാന്തി. Yes, sir. Hello, friends. My name is Anu Sandi. I am coming from Kodamangalam in Ernakulam district. I have done in my lab technician course. My husband name is Sandy Xavier. I have 3 children. My hobbies is dancing and listening music. My aim is restart my career. Thank you, sir. Very good, very good, very good. And to become financially independent. Yes, ഹരിതക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് ഹരിത ഒന്നുകൂടി ഒന്ന് ഓണാക്കി ഒന്ന് ഓഫാക്കി നോക്കി. ചിലപ്പോ മൈക്ക് ഓൺ ആയിട്ടുണ്ടാവില്ല കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ വിജയകുമാർ ആർ. യെസ്, നിധ. ആര്യ. Yes, sir. പറഞ്ഞോളൂ ആര്യ. സാർ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇപ്പം പറയുന്നതാണ്. പ്രിപ്പയർഡ് അല്ല. വേണ്ട, അത് തന്നെ ആര്യ ഇന്റലിജന്റ് ആണ്. ഓക്കെ ഓക്കെ. Hi, sir. First of all, thank you for giving me this opportunity to introduce myself. My name is Arya. I am from Trivandrum. I have completed my degree from Kerala University. I am belong to a small family. My hobbies are dancing and cooking. That's all. Yes. Okay, okay, okay. Very good, very good. അപ്പൊ ആര്യ വിത്തൗട്ട് പ്രിപ്പറേഷനിൽ എത്രയും പറഞ്ഞത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ആര്യ. ഫാത്തിമ. ഫാത്തിമ.
യെസ്. അൽഫിയ. യെസ്, പറഞ്ഞോളൂ അൽഫിയ. അൽഫിയ. അൽഫിയ മുഹമ്മദ്. അൽഫിയ ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്തോളൂ. Alfia, are you ready? Alfia അവിടെ ഗെറ്റിംഗ് റെഡി ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ശബ്ദം കിട്ടുന്നില്ല. യെസ്, ഞാൻ വരാം അൽഫിയ. അയന. അയന. യെസ്. അജ്മല. ശ്രീന. Hello, sir. അയന പറഞ്ഞോളൂ. അയന. My name is Aina Prahladan. I am coming from Todupuzha, Idukki district. I am completed my 10th and 12th in NKNMHS Kumaramangalam, Idukki district. My father's name is Prahladan. Mother's name is Sini. I have a brother. He is a doctor in Ayurveda at Hyderabad. Then my hobbies are I am a classical dancer. That's all, sir. ഓക്കെ, കുറച്ചുകൂടി പോയിന്റുകൾ കൂട്ടാമായിരുന്നു. ഓക്കെ അയന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അജ്മല. അജ്മല. യെസ്. ശ്രീനാദാസ്. ലക്ഷ്മി സി. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. My name is Rashmi Devi. Yes. I'm from Kollam district. Yes. I'm married and I'm studying and my qualification is degree, BA History. Yes. My husband name is Manish and I have a daughter, Kritika. Yes. He is 1 year old. Child. She is 1 year old child. I love traveling and reading books and cooking delicious variety of food for my husband. Yes. And my ambition is become a teacher, but every dream is not successfully. Yes. And I independent to financially independent. Yes. And support my husband. Yes. And I have studied for hospital administration course. Thank you, sir. Okay, very good, very good. Okay, Rashmi, very good, very good. Ranjit. Punnimaya. Pradeepa Rahul. Manju Jayan. Yes, sir. Yes, പറഞ്ഞോളൂ Manju. My name is Manju. Yes. I come from Aluva at Srimulagaram. Yes. My family members are my husband and 2 children. Yes. I am a postgraduate in commerce. Yes. My husband is working in abroad. I am a housewife. Now I am studying in hospital administration course. Yes. Okay. What are your hobbies? Hobby reading and homemaker. Yes. Okay. Manju, very good, very good. Harida, കേൾക്കാമോ പറയുന്നത്? ഹരിത. യെസ്, ഹരിതക്ക് ടെക്നിക്കൽ ഇഷ്യൂ എന്തോന്ന് പറഞ്ഞു. ദീപ.
Deepa Krishna? Sir. Yes, start with Deepa. Sir, I am Deepa. I am coming from Malappuram. I am Yes. completed my graduation. Yes. My husband name is Anil. He is interior worker. Yes. I have 2 children. My hobby is reading books and listening music. I am Yes. very interested in cooking. Now I am learning to study hospital administration course. Yes. I have only one dream to get a job Yes. and finally independence. Financially independent. Okay, okay, Deepa. Financially, sorry. No problem. Okay, okay, okay. Yes, yes. Harida, can you hear? Yes, sir. പറഞ്ഞോളൂ ഹരിത. My name is Harida. Yes. I am coming from Chattanjal, which is located in Kasaragod district. Yes, okay. Now I am here on home Yes. because I am bedridden, Yes. so I cannot continue my study. Yes. ഇടയ്ക്കിടയ്ക്ക് ഹൈദയുടെ നെറ്റ് കണക്ഷൻ പോകുന്നുണ്ട് തോന്നുന്നു. കട്ടായി പോയുണ്ട്. Drawing, listening music. Yes. Etc. Okay, 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 okay. Do you sing? Do you sing? Sir. പാടാറുണ്ടോ എന്നാണ് ചോദിച്ചത്. Do you sing? ഇല്ല. Yes. Okay, okay, okay. Yes, sir. You told her that you listen to music. That is why I asked you. Do you sing? Okay. Okay. Okay, Harida. Very good. Net issue ഉണ്ടായിരുന്നതുകൊണ്ടാണ് വ്യക്തമാവേണ്ട ചില സ്ഥലത്ത്. ഓക്കെ. അമൃത sir. അമൃത. അസ്ലാമോൾ. സമീറ. ടില്യ തോമസ്. Then Luna. Okay. Yes. അപ്പൊ ഫിനിഷ് ചെയ്യാം. ഓക്കെ. ഞാൻ കുറെ പേരൊക്കെ വിളിച്ചു. ഹരിത, ഷബീന, സഫ്ന, ദിവ്യ, ഗോപിക, സനീഷ, ആര്യ, അയന, രശ്മി, മഞ്ജു, ദീപ, ഹരിത, ഇത്രയും പേര് അവരുടേതായ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കുറച്ചു പേർക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോയാലോ എന്ന് ചോദിച്ചിട്ടുള്ള ഭയമായിരിക്കും. യെസ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയപ്പെടാതെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് കൊണ്ടുള്ള ഒരു പ്രയോജനം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. യെസ്, ഓക്കെ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പിന്നോട്ടായിട്ടാണ് നമുക്ക് പല സ്ഥലത്ത് നമുക്ക് വിജയിക്കാൻ പറ്റാണ്ട് പോയത്. പിന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബി കോഷ്യസ്, ബി ഇന്റലിജന്റ്, ബി സ്മാർട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആയിരിക്കാൻ നോക്കുക. പറയാവുന്ന സ്ഥലത്ത് അത് പറഞ്ഞു നോക്കുക. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത്, അപ്പൊ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ഒരു ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. യെസ്, അപ്പൊ നമ്മൾ 2 ടെൻസുകളെ കുറിച്ച് നമുക്കത് ഡിസ്കസ് ചെയ്തു. ഒന്ന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസാണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസാണ്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്, സംഭവിച്ചു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന,
ഭാവിയിൽ പൂർത്തിയാക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്. അത് നമുക്ക് ക്യാനോ മേയോ ഉപയോഗിച്ചൊക്കെ എഴുതാട്ടോ. അപ്പൊ നമുക്ക് തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2 വാക്ക് പറഞ്ഞിട്ടുള്ളൂ, വിൽ ഓർ ഷാൽ. അപ്പൊ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, അതിനെയാണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ ടെൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഐ വിൽ ഗോ ടു മദ്രാസ് ടുമാറോ. നാളെ ഞാൻ മദ്രാസിലേക്ക് പോകും. എടാ, ഐ വിൽ ഗോ. യു വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കും. ഐ ഷാൽ ചെക്ക് ദ ഇമെയിൽ. ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യും. യു വിൽ കണ്ടിന്യൂ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് തുടരും. വിൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭാവിയിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ സെക്യൂർ എ ജോബ് ഇൻ ഹോസ്പിറ്റൽ. ഇൻ എ ഹോസ്പിറ്റൽ, ഇൻ എ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ. ഞാനൊരു ജോലി ഒരു ഹോസ്പിറ്റൽ ഉറപ്പാക്കും. വേണമെങ്കിൽ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ പറയാം, ഐ വിൽ സെക്യൂർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഞാൻ സാമ്പത്തികമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആവും. ഐ വിൽ സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സാമ്പത്തികമായ ഒരു സ്ഥിരത ഞാൻ നേടും. ഐ ഷാൽ ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറും. യെസ്. ഐ വിൽ സ്റ്റഡി ഫോർ മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പഠിക്കും. യെസ്. അപ്പോ വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ലഭിക്കുന്നത് ഫ്യൂച്ചർ എന്ന് പറയുന്ന അർത്ഥമാണ്. ഭാവിയിലേക്ക് നടക്കുന്ന സംഭവത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ. അപ്പോ സനീഷ ഓക്കെ. സനീഷയുടെ ജീവിതത്തിൽ സനീഷക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം ഒന്നും ചെയ്തിട്ടില്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഹാബിറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോയ. അപ്പൊ നമ്മൾ പറഞ്ഞു വി ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning, we brushed our teeth എന്നൊക്കെ പറഞ്ഞു. യെസ്. ഇന്ന് വേണമെങ്കിൽ സനീഷക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പൊ അപ്പോഴാണ് കഴിഞ്ഞു പോയതില്ല, വരാൻ പോകുന്നത്. അപ്പൊ വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ പറയാം സനീഷ് എപ്പോഴും എഴുന്നേക്കുന്നത് 7 മണിക്കാണ്. അപ്പൊ വേണമെങ്കിൽ പറയാം ടുമാറോ ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. നാളെ ഞാൻ 7 മണിക്ക് എഴുന്നേക്കും. ഐ വിൽ കംപ്ലീറ്റ് ഓൾ മൈ വർക്ക് അറ്റ് 8:30. 8:30 സകല പണിയും ഞാൻ പൂർത്തിയാക്കും. അറ്റ് 9 o'clock ഐ വിൽ ഗോ ടു, നമ്മൾ വേറെ പറയും അക്ഷയ സെന്റർ. ഞാൻ 9 മണിക്ക് അക്ഷയ സെന്ററിൽ പോകും. At 10 o'clock, I will go to where the office പറയാം. I will go to village office and I will meet the village officer. ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകും. അതാണ്. ഇത് വേണ്ടി നാളെ ചെയ്യുന്ന കാര്യമല്ല, അടുത്ത ആഴ്ച ചെയ്യുന്ന കാര്യം പറ. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ അത് പറയാം. നെക്സ്റ്റ് വീക്ക് I will go to attend a birthday party. I will give a present worth 1,000 rupees. ഒരു 1000 രൂപ വില വരുന്ന സമ്മാനം ഞാൻ കൊടുക്കും. യെസ്. അപ്പൊ അങ്ങനെ ഭാവിയിലേക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വില്ല് വെച്ച് പറയാം, വില്ലോ ഷാലോ വെച്ചിട്ട് പറയാം. അപ്പൊ അങ്ങനെ സനീഷയുടെ മനസ്സിലുള്ള ഭാവിയിലേക്ക് ചെയ്യാനായിട്ട് സനീഷ ഉദ്ദേശിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വില്ല് വെച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐ വിൽ സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. സാമ്പത്തിക സ്ഥിരത ഞാൻ ഉറപ്പാക്കും. ഐ വിൽ ഒബേ മൈ പാരന്റ്സ്. എന്റെ മാതാപിതാക്കന്മാരെ ഞാൻ അനുസരിക്കും. യെസ്. ഐ വിൽ കൺട്രോൾ മൈ ചിൽഡ്രൻ. എന്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. ഐ വിൽ ഒബ്സർവ് എവറിത്തിങ് അറൌണ്ട് മീ. എനിക്ക് ചുറ്റുമുള്ള സകല കാര്യങ്ങളും
ഞാൻ ഒബ്സർവ് ചെയ്യും. ഐ വിൽ ഒബ്സർവ് എവരിതിങ് അറൗണ്ട് മീ. ഐ വിൽ കുക്ക് ഡെലീഷ്യസ് ഫുഡ് ടു മൈ ഫാമിലി. എന്റെ കുടുംബത്തിലേക്ക് ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കും. യെസ്, ഐ വിൽ യൂസ് ഹെർബൽ ഐറ്റംസ്. ഹെർബൽ ഐറ്റംസ് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. യെസ്, ഭാവിയിലേക്ക് സനീഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയും. Next week I will go to the parents meeting. ഓക്കെ, ഒരു മിനിറ്റ് സനീഷ, ഓരോരുത്തരും വിചാരിച്ചു വെക്കട്ടെ മനസ്സിൽ. ഒരു 3-4 കാര്യങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വില്ല്, എന്നാലേ വില്ല് വരാൻ പറ്റുള്ളൂ. വില്ല് അല്ലെങ്കിൽ ഷാല് വരുന്ന രീതിയിൽ പറയാം. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇവിടെ സനീഷ പറഞ്ഞു ഐ വിൽ ഗോ ടു പാരന്റ്സ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകും. അടുത്ത ആഴ്ചയാണത്. യെസ്, അപ്പൊ അത് ഫ്യൂച്ചർ ലെവലേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ സനീഷ. I will cook delicious food for family. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്ത ഞായറാഴ്ച ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ ഐറ്റംസിന്റെ പേര് വെച്ച് പറ. മറ്റത് ഞാൻ പറഞ്ഞതല്ലേ. ഉണ്ടാക്കുന്നില്ലെങ്കിലും ഒരെണ്ണം പറയേ, സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കും അടുത്ത ഞായറാഴ്ച. I will cook chicken curry for Sunday. Okay, the coming Sunday. I will prepare a delicious chicken curry on next Sunday. Very good. അങ്ങനെ റെഡിയാക്കും. ഓക്കെ. യെസ്, ഇനി മകന്റെയോ മകളുടെയോ ബർത്ത്ഡേ വരുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറയാം. അപ്പൊ ഫോർ നെക്സ്റ്റ് സൺഡേ എന്നുള്ളതിന് പകരം നെക്സ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മതി. കൊടുക്കണ്ട, വെറുതെ പറയേ. I will buy the gift for മൈ ചൈൽഡ്. ആണാണെങ്കിൽ ഓൺ ഹിസ് ബർത്ത്ഡേ, പെണ്ണാണെങ്കിൽ ഓൺ ഹെർ ബർത്ത്ഡേ. പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് റെഡി ആവണത്. ഇവിടെ ആരും നമുക്ക് നോക്കാനായിട്ട്. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ സനീഷിന് കുറച്ച് ധൈര്യമുണ്ടെന്ന് നോക്കിയാൽ ഞാൻ സനീഷിനെ വിളിച്ചത്. അപ്പൊ സനീഷ് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾക്ക് തോന്നും, എനിക്ക് പറയാണ്ട് പറ്റില്ല എന്ന്. അനുമോളെ പറയൂ, ഭാവിയില് അനുമോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ലേ? യെസ്. ജീവിതത്തില് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? ഓക്കെ, അത് ഭയങ്കര എക്കോണല്ലോ. ഒന്ന് അടിച്ച് പിടിച്ച് I am going to learn something new soon. Okay. I will graduate in hospital administration next year. Okay, I will complete my hospital administration course. അങ്ങനെയാക്കാം. Okay, very good. ഓക്കെ, അനുമോളെ ആലോചിക്കുക. ഇപ്പൊ എങ്ങനെയാണ് നിന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൈക്ക് പിടിക്കട്ടോ, കാരണം ഭയങ്കര പതർച്ച വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ലക്ഷ്മി മോഹൻ. യെസ് പറഞ്ഞോളൂ. ലക്ഷ്മിക്ക് ഭാവിയിലേക്ക് ഉള്ള മനസ്സിലെ പ്ലാൻ പറഞ്ഞോളൂ. അത് പ്ലാൻ I will become an employee in a hospital. Correct. I will go to temple. I will go to temple tomorrow. Okay. Yes. Next month, I will go to my home. I will go to my home next week. Okay. Next month, we are going to meet my sister. Okay. Next day, we will celebrate my baby's birthday. Next day we will celebrate our baby's birthday. Okay, very good. I will buy a toy for my son. Okay, I will buy a toy for my son. Correct. Very good. Travel, sir.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. നെക്സ്റ്റ് ഡേ വി വിൽ സെലിബ്രേറ്റ് അവർ സൺസ് ബർത്ത്ഡേ. I will buy a toy for my son, and I will buy a birthday cake for the party. I will prepare paisam. ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. ഗോപിക പറഞ്ഞത്. ഗോപിക എവിടെയാണോ ലക്ഷ്മി നിർത്തിയത് അവിടെ നിന്ന് തന്നെ ആരംഭിച്ചു. യെസ്. I will hear my English class to improve my English. Yes. Live exam. I will use my English to develop my English capability. Okay, Gopiya. Yes. I shall support my family. Okay. I shall support my family. Okay, correct. I will work hard. Yes, I will work hard. We will have our next English class on Wednesday. Oh, very good. We will have presentation for the very good for the life example. Yes. I will become financially independent. Yes, I will become financially independent. Okay. I will become a hospital administrator. I will become hospital administrator. Okay, okay. Divya, come at the lake. ദിവ്യ റേഞ്ചിന്റെ പ്രശ്നമുള്ളത് നോക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിയിരുന്നത്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ ഗോപിയ. കണ്ടിന്യൂ. വെരി ഗുഡ് വെരി ഗുഡ്. അത്രേ ഉള്ളൂ സർ. അതേ ഉള്ളൂ. വെരി ഗുഡ് വെരി. അപ്പൊ ഇനി ലാസ്റ്റ് വരുമ്പോ അത്രേ ഉള്ളൂ എന്ന് പറയണം. ദാറ്റ് ഈസ് ഓൾ കേട്ടാ. ദാറ്റ് ഈസ് ഓൾ. അപ്പൊ അതങ്ങനെ ആ ഒരു വാക്കുകൂടി അങ്ങനെ റെഡിയാക്കി വെച്ചു. ഇംഗ്ലീഷ് ലാസ്റ്റ് പറയണ്ട. ദാറ്റ് ഈസ് ഓൾ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അനു സാൻഡി. അനു സാൻഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. യെസ്. Okay, 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 Divya. I will cook paisam in evening to my daughter's birthday. Yes, very good, very good, very good. I will go to PTA meeting tomorrow. Very good. I will go to PTA meeting tomorrow. Yes. I will complete my hospital administration course. Yes. So, time kurchudi bhagiyai. I will complete my hospital administration course within 6 months. Okay. Okay. Next Sunday, I go to my sister's house. I will go to my sister's house. Very good, very good. That's all. Oh, very good, very good. Okay, I know, very good, very good. Thank you, sir. Okay, very good. അപ്പോൾ നമ്മൾ ബില്ല് വെച്ചുള്ളത് പറയുന്നു. ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ബില്ല് വരെയാണ്. കഴിഞ്ഞു പോയതിനെല്ലാം പാസ്റ്റ് വരെയാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രസന്റ് വരെയാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദിവ്യ, ഞാൻ ആർക്കെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു നോക്കട്ടെ. ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ പറയണം സാറേ, ഞാനൊന്ന് പറയാം. എന്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ഞാൻ ബില്ല് വെച്ച് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, ദിവ്യ ദിവ്യ. She will come. Okay, 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 okay. Yes. ഇനി ഹലോ സാർ. പറഞ്ഞോളൂ ദിവ്യ. ഷബീന പറഞ്ഞോളൂ. ഷബീന. Next year I will attend an exam. Yes, next year I will attend an exam. അടുത്ത വർഷം ഞാനൊരു അറ്റൻഡ് ചെയ്യും. വെരി ഗുഡ്. Tomorrow I will cook biryani. Very good. Tomorrow I will cook biryani. Yes. Next day we will attend my friend marriage. Okay. Next day we will attend a friend's marriage. Okay, okay. I will make a cake to my friend birthday. Yes. ശരിയാ. I will bake a cake for my friend's birthday. Okay, correct ആണ്. ശരിയാണ് സാബിന. ഗ്രാമർ ഒക്കെ കറക്റ്റ് ആണ്. Yes, പറഞ്ഞോളൂ. കണ്ടിന്യൂ. I will buy a dress for my friend. I will buy a new dress for my friend. Okay. That's all, sir. That is all. Very good, very good, very good. Okay, Shabina. Very good, very good. Yes. Okay, 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 okay. Yes. Ini, Aida. Aida. Yes, ഇത് സിമ്പിൾ അല്ലേ? നമുക്ക് പറയാലോ. യെസ്, പറഞ്ഞോളൂ ദിവ്യ. ദിവ്യ പറഞ്ഞോളൂ.
I will control with my children. I will control my children. Okay. Next week, I will going to marriage function. I will attend the marriage function. I will go to the temple yesterday. Okay. Yesterday വരില്ല. will വരുമ്പോ tomorrow വരും കേട്ടോ. Yesterday tomorrow. tomorrow. Okay, continue. I will doing hospital administration course. Yes, I will do my hospital administration course successfully. ഞാൻ വളരെ വിജയകരമായിട്ട് അത് ചെയ്യും. Okay. Next month, I will meet my friends. Okay. Next month, I will meet my close friend. Yes. I can support my family. Yes, I will support my family. Okay. Fine, sir. Okay, very good, very good. Okay, Divya, very good, very good. Alfia. Alfia. Yes. ആൽഫിയ ഒരു പറഞ്ഞോളൂ ആൽഫിയ. ആൽഫിയുടെ ജീവിതത്തിൽ ആൽഫിയ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വലിയ വിഷയം പറയും. ഐ വിൽ ഓർ ഐ ഷാൽ. ഓക്കെ പറയും. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആൽഫിയ. വോളിയം കുറഞ്ഞു പോയി. വോളിയം ഒന്നും കൂട്ടി പറഞ്ഞോളൂ ആൽഫിയ. യെസ്, ആൽഫിയ വരുമെന്ന് വിചാരിക്കാം. ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അയന, ആർ യു റെഡി? Hello, sir. പറഞ്ഞോളൂ അയന. ഐ വിൽ. I will earning money for my family. Yes, I will earn money for my family. Okay. I will going to temple on next Sunday. I will go to temple. I will go to temple next Monday. Okay, next Sunday. Next Sunday. Okay. I will become a financially independent. I will become financially independent. Okay. I will become a financially independent lady. Okay. I will completed my hospital administration course. I will complete my hospital administration course. Okay. Oh, sir. Okay, okay, okay. I will listen to music. I will dance with my friends. I will dance with my children. Okay, okay, okay. Very good, very good, very good. Okay, Shilpa. Shilpa. Will you show me Shilpa? Yes. Shafna. Hello. Hello, sir. Okay, okay. Continue, continue, Shilpa. I will have been working in the project for 3 years. Yes. I will have been learning music for 1 month. Yes. I will cook biryani next day. Okay. Biryani would have I will be sleeping in the evening. Yes. Okay. But the sentence correct. Simple future continuous. Okay. I will be planning to written a poem. Oh, you are planning to write a poem. Yes, I will write a poem. Yes, very good, very good, very good. Now, let me ask you one question. Have you the lines in your mind? Actually, that's not finished, sir. Okay, we want to hear the lines from your mind. Okay, sir, definitely. Yes, പറഞ്ഞോളൂ. Thank you. മെച്ചപ്പെടുത്തിരിപ്പില്ലേ വരികളൊക്കെ? Next time I'll be prepared, then I will
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരോടും കൂടിയാണ് അനുമോളെ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ശില്പയുടെ സ്വന്തമായിട്ട് എഴുതിയ കവിത അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഞാൻ ഷാബിനെയും അനുമോളെയും ഓർമ്മിപ്പിക്കും. രണ്ടുപേരെയും ഏൽപ്പിക്കുന്നു. എന്നെ ഓർമ്മിപ്പിക്കേണ്ടത്. ഓക്കെ ശില്പ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളിവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായില്ല. ആർ യു റെഡി? Can you give an introduction about yourself? My name is Shilpa. I'm coming from. I studied. Okay. My name is Shilpa. I'm from Trivandrum, Attingal City. Yes. Now I complete MBA in HR Administration. Very good. And now I join a hospital administration course. Yes. Your hobbies and aim. Okay. My hobbies are I'm singing and watching movies and reading, etc. Yes. So you want to sing always? Yeah, of course. Which type of song do you want to sing? Malayalam? Classical songs. Classical songs. Have you studied classical music? Yes, sir. Yes. Can you recite a few more lines? Next time. I'm not prepared, sir. Okay, okay. അപ്പോൾ ആൻഡ് ഷാബിന അടുത്ത ഇതുപോലെ കുറിപ്പിരിക്കുകയാണ്. ക്ലാസിക്കൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് അടുത്ത ആഴ്ച കാഴ്ചവെക്കുക. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ശില്പ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി ആരാണ് പറയുന്നത്? ഐ വിൽ വെച്ചിട്ട് പറയുന്നത്. ഐ വിൽ കണ്ടിന്യൂ. ഐ വിൽ make financial stability. I will control my children. Yes, I will. ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് will ഉപയോഗിക്കുക. യെസ്, ആരാണ്? രശ്മി സേവി. രശ്മി. Good afternoon, sir. Yes, good afternoon. I will വെച്ചിട്ട് പറയും. രശ്മി കഴിഞ്ഞാൽ ഞാൻ മഞ്ജുവിനോട്ട് വരാം. മഞ്ജു, get ready. Okay. I will cook for my child. I will cook for my child. Variety പിടിക്കും രശ്മി, variety പിടിക്കും. ഒരു വെറൈറ്റി പറഞ്ഞോ. രണ്ടും വേറെ എന്താ സാധാരണ ഇതിലുള്ള പറഞ്ഞു. അത് അതിന്റെ ഇടക്കൊന്ന് ആലോചിച്ചാൽ മതി. യെസ്. I will take a house loan. I will buy a new saree. I will open an account. Yes, അതൊക്കെ എടുക്കില്ല സാധ്യതകള്. I will clean my courtyard. Yes. I will drive a car. I will buy a car. Very good. Yes, okay. I will buy a car. I will dance for my child. I will dance with my child. Okay, correct. Okay, okay, Rashmi. Okay, ചിന്തിച്ചോളൂ. Okay, okay, okay. മഞ്ജു കഴിഞ്ഞാൽ ഞാൻ ദീപയിലേക്ക് വരാം. ദീപ, please get ready. മഞ്ജു. Okay, sir. I will stitch a chudidar for the marriage function of my cousin. Oh, very good. I will stitch a chudidar. Very good, very good, very good. Okay, next. I will bought a beautiful house on next year. Okay. Bought എന്നതിന് പകരം buy എന്ന് ഉപയോഗിക്കും. Past way. I will buy a beautiful house next year. buy. Okay. I will make a beautiful garden in front of my house.
Very good. I will make a beautiful garden in front of my house. Okay. വലിയ വീട് മേടിച്ച് നല്ല വീടൊക്കെ മേടിച്ച് കഴിയുമ്പോൾ മുന്നിലൊരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കാം. Very good. Very good. Yes. I will go to marriage function in my cousin. Okay. I will go to the marriage function of my cousin. Okay. Very good. Next year, I will start a business. Oh, very good. ആരും പറയാത്തൊരു കാര്യമാണ് മഞ്ജു പറഞ്ഞത്. Next year, I will start a new business. അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും? പുതിയൊരു ബിസിനസ് ആരംഭിക്കും. Okay. Let your dream be completed. Manju, continue. I will secure a job this year. I will secure a job this year. ഈ വർഷം എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുന്നു. Very good. Yes. I will go to hospital on next Monday. I will go to hospital on next Monday. Okay, correct? That's all. Okay, very good. Okay, Manju പറഞ്ഞതൊക്കെ നല്ല സ്റ്റൈൽ ആയിട്ടാണ് പറഞ്ഞത്. Very good. Deepa. Hello, sir. Get ready. Amrita, get ready. Okay, Deepa, പറഞ്ഞോളൂ Deepa. Sir, I will confident to speak English within few months. Oh, I will become confident to speak English well. Okay, very good. Okay. I will prepare new dishes for my family. Oh, very good. നേരത്തെ അവിടെ ചിക്കൻ കറിയൊക്കെയാണ് വന്നത്. അത് ഒരൊറ്റ ഇതിലേക്ക് ന്യൂ ഡിഷസ്. Okay, very good. I will special gift for my son to his birthday. Okay. I will help my parents. I will help my parents. Okay. I will visit temple next week. I will visit a temple next week. That's also. Very good. Deepa. Very good. Amrita. Yes. Amrita വരുമെന്ന് വിചാരിക്കാം. Okay. Alfia, are you ready? Alfia അതൊന്നും കിട്ടിയില്ലല്ലോ. Alfia. Okay, sir. Okay. പറഞ്ഞോളൂ Alfia. I will have taken my breakfast. I will sing tomorrow. I will sing tomorrow. Now let me ask you a question. Have you the habit of singing? No. I will sing. Okay, very good. Yes, continue. I will be 23 in September. I will stay at home at the weekend. Yes. I will go to the cinema tonight. Yes. Okay, Alfia. Very good. Yes, very good. Yes. ഇനി ആരാണ് പറയുന്നത്? I will വെച്ച്. Yes. ഹരിത പോയ അവിടെ. ഹരിത. Yes. ഹരിത പറയുകയായിരിക്കും അല്ലേ? Yes. ഇനി ദീപ പറഞ്ഞ ദീപയാണ് ഇപ്പൊ പറഞ്ഞത്. Okay. Yes. Then Sona Jesse. Yes, Sona Josie. Yes. Soumya. ഒരാൾക്കും കൂടി ചാൻസ് തരാട്ടാ. I will വെച്ച് പറയാനായിട്ട്. ആർക്ക് വേണം? One more person. പറഞ്ഞോളൂ സൗമ്യ. നെറ്റ് ഇഷ്യൂ ഉണ്ട് ഫോണില്. ഫോൺ ഹാങ് ആണ്. Okay. I will go to the temple. Okay, I will go to temple tomorrow. Correct.
I will help my parents. I will help my parents. അത് correct ആണ്. I will buy a scooter. I will buy a scooter. Okay, okay, correct ആണ്. I will cinema theater. I will go to film. Okay, okay. Go to film. I അടുത്ത will മാസം go to the celebration. ഒന്നാം തീയതി ആവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലാകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് പറഞ്ഞാൽ മതി. അപ്പൊ കറക്റ്റ് ആയി. Yes, I will complete my home loan. Yes. അല്ലെങ്കിൽ I will repay my debt. Okay, okay. Electricity bill. I will pay the electricity bill, or I will pay the water charge. Okay. Yes. Hello. Okay, Soumya, very good, very good, very good. Okay, സൗമ്യക്കിടക്ക് നെറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ക്ലിയർ ആവാത്തത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഐ വിൽ വെച്ച് പറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയട്ടെ. ഐ വിൽ. യെസ്. അപ്പൊ ഇത് നമ്മൾ നോക്കിയത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്ലസ് ടെൻസ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോ അവിടെ നമ്മൾ പറയുന്നത് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ടാവും. ഇവിടെ നമ്മൾ പറയുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭാവിയിൽ ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. യെസ്, ഐ വിൽ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞവർക്കും പറയാത്തവർക്കും മനസ്സിൽ പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപോലെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay.